ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX UI മാനിയ. ഒരു പുതിയ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ബെറ്റർ ഫോണ്ട് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈനിന് അനുയോജ്യമായിട്ടുള്ള ഫോണ്ടുകൾ എപ്പോഴും ഒരു പുതിയ ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ ഓർത്തിരിക്കുക, ഏതൊരു ഡിസൈനിനകത്തും മാക്സിമം 2 അഥവാ 3 അതിൽ കൂടുതൽ ഫോണ്ടുകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. എപ്പോഴും 2 or 3 ഫോണ്ടുകൾ മാക്സിമം നമ്മുടെ ഒരു ഡിസൈനിനകത്ത് ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഫോണ്ട് നമ്മുടെ ഡിസൈനുമായിട്ട് മാച്ച് ചെയ്യുന്ന ഡിസൈനിൻ്റെ അതേ സ്വഭാവമുള്ള ഒരു ഫോണ്ട് കണ്ടുപിടിക്കുക. അതിന് ആപ്റ്റായിട്ടുള്ള 1 or 2 പെയറിംഗ് ഫോണ്ടുകളും കണ്ടുപിടിക്കുക. അതായിരിക്കണം നമ്മൾ എപ്പോഴും ഒരു ഡിസൈനിൽ ഫോണ്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ എങ്ങനെയാണ് അതിമനോഹരമായ രീതിയിൽ വളരെ ട്രെൻഡി ആയിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണ്ട് പെയറിംഗ് കണ്ടുപിടിക്കാം എന്ന് നമ്മളെ സഹായിക്കുന്ന 2-3 ബെറ്റർ വെബ്സൈറ്റ് പോർട്ടലുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് fontjoy.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു ഹെഡിങ് ടെസ്റ്റ് കൊടുത്തിരിക്കുന്നു, അതിൻ്റെ താഴെയായിട്ടൊരു എക്സെപ്റ്റ് ടെസ്റ്റ് കൊടുത്തിരിക്കുന്നു, അതിൻ്റെ താഴെയായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റും കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 ഫോണ്ടുകളും ഡിഫറെൻറ്റ് ഫോണ്ടുകളാണ്. ഈ മെയിൻ ഫോണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ഫോണ്ട് നെയിമും ഡീറ്റെയിൽസും കൊടുത്തിരിക്കും. അടുത്ത ഫോണ്ടിൻ്റെ പേരും ഡീറ്റെയിൽസും ഇവിടെ ലെഫ്റ്റിൽ കൊടുത്തിരിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ്റെ ഫോണ്ടും ടെക്സ്റ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെയും കൊടുത്തിരിക്കും. അപ്പോൾ ഈ കാണുന്നൊരു ഫോണ്ട് എന്ന് പറയുന്നത് നല്ലൊരു പെയറിംഗ് കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ പെയറിംഗ് കോമ്പിനേഷനെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇത് ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോൺട്രാസ്റ്റ് ബാലൻസ്, മോർ കോൺട്രാസ്റ്റ്, ഹൈ കോൺട്രാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിതിന് പല ഓപ്ഷനിലേക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഡ്രാഗ് ചെയ്യാൻ പറ്റും. അവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും മോർ സിമിലാരിറ്റി ഉള്ള, വെരി സിമിലർ തുടങ്ങിയ കുറേ ഓപ്ഷൻസുകളുണ്ട്. ആ ഒരു ഓപ്ഷൻസുകൾ നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഫോൺ പെയറിംഗ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ വെരി സിമിലറിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ജനറേറ്റ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു കൊടുത്തിരുന്ന ഫോണ്ട് മാറി മറ്റൊരു ഫോൺ പെയർ നമുക്കായിട്ട് ജനറേറ്റ് ചെയ്ത് തന്നു. വീണ്ടും നമുക്ക് ജനറേറ്റ് ബട്ടൺ കൊടുക്കുക. അതിന് വീണ്ടും ഒരു ഫോണ്ടിൻ്റെ ജനറേഷൻ നമുക്ക് ഒരു ഫോൺ പെയർ കാണിച്ചു തരുന്നു. ഇങ്ങനെ നമുക്ക് ജനറേറ്റ് കൊടുത്ത് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ഫോണ്ട് പെയറിംഗ് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ വെരി സിമിലർ മാറ്റി നമ്മൾ ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അതിനുശേഷം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് ലെവലിൽ വ്യത്യസ്തമായിട്ടുള്ള കാണുന്ന വ്യത്യസ്തമായ മനോഹരമായ പെയറിംഗ് ഫോൺസുകൾ കാണിച്ചു തരും. അങ്ങനെ നമുക്ക് കോൺട്രാസ്റ്റ് അടിസ്ഥാനത്തിലാണോ സിമിലാരിറ്റി അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് ഇവിടുന്ന് ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഓരോ ജനറേറ്റഡ് ഫോണ്ടുകൾ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് തരുന്ന ഫോണ്ടുകളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡിസൈനിന് ആപ്റ്റായിട്ടുള്ളൊരു ഫോണ്ട് ഇവിടെ കാണുമ്പോൾ നമ്മൾക്ക് ആ ഫോണ്ടിൻ്റെ കോമ്പിനേഷൻ, ആ ഫോണ്ടിൻ്റെ പെയറിംഗ് ഫോൺസുകൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ആ ഡിസൈനുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് നമുക്കിവിടെ റിയൽ ടൈം കാണുമ്പോൾ കൂടുതൽ നമുക്കത് ഫീൽ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ടെക്സ്റ്റുകളും. ഓക്കെ, ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഒരു ഡിസൈൻ പെയർ കണ്ടെത്തിയതിന് ശേഷം ആ ഫോണ്ടുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിക്കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. മറ്റൊരു ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് നിങ്ങൾക്ക് നമ്മുടെ സൗകര്യം പോലെ നമ്മുടെ ഇപ്പോൾ കസ്റ്റമായിട്ടൊരു ഫോണ്ട് മാറ്റണമെങ്കിൽ, അല്ലാത്ത പക്ഷം ഈ പെയറിംഗ് ഫോണ്ടുകൾ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസൈനിന് ഒരു നല്ലൊരു ഫോണ്ട് ഹാർമണി കാണും. ഓക്കെ, ആ ഫോണ്ടിൻ്റെ നെയിമുകൾ ഇവിടെ ലെഫ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഫോണ്ട് നെയിം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ഫോൺസിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള വെബ് സേഫ് ഫോണ്ടുകൾ, വെബ് പെയറിംഗ് ഫോണ്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് സിമ്പിളായിട്ട് കണ്ടെത്താം. ഓക്കെ, കൂൾ. ഇനി നമുക്ക് മറ്റൊരു വെബ്സൈറ്റ് പരിചയപ്പെടാം. fontspark.app എന്ന് പറയുന്നൊരു വെബ് പോർട്ടലാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. ഇവിടെ നിങ്ങൾ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടൈപ്പ് സംതിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആയിട്ടൊരു സെർച്ച് ഫീൽഡ് കാണാം. ഞാനിപ്പോൾ ഇവിടെ UX/UI മാനിയ എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെയായിട്ട് അവരൊരു ഫോണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ വന്ന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ടെക്സ്റ്റിന് ബോൾഡ് വേണോ അതോ എന്തെങ്കിലും ടൈപ്പായിട്ട്, ഇത് വെയിറ്റ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ളത് വേണോ അതോ റെഗുലർ ആയിട്ടുള്ളത് വേണോ ബോൾഡ് ആയിട്ടുള്ളത് വേണോ എന്ന് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫോണ്ട് ടൈപ്പ് എന്നുള്ളത് സെറിഫ് ടൈപ്പ് വേണോ, സാൻസ് സെറിഫ് ടൈപ്പ് വേണോ അതോ മറ്റെന്തെങ്കിലും ടൈപ്പ് ഫോണ്ട് വേണോ എന്നുള്ളത് ഇവിടെ നിന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ ജനറേറ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്വഭാവത്തിലുള്ള ഫോണ്ടുകൾ നമുക്ക് അവർ ജനറേറ്റ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും.
അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഡിഫറെൻറ്റ് സ്റ്റൈലുകളിലുള്ള ഫോണ്ടുകൾ നമുക്ക് ചൂസ് ചെയ്ത് കാണിച്ചു കൊണ്ട് തരും. അങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്ത് നമുക്കൊരു ഫോണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഗെറ്റ് ഫോണ്ട് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ് പോർട്ടലിലോട്ട് നമ്മൾ ലിങ്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുന്ന ആ ഫോണ്ട്, ഇഷ്ടപ്പെട്ട ഫോണ്ട് ഏതാണോ ആ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു പേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ആ ഫോണ്ട് നിങ്ങളുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ഫോണ്ടുകൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമുക്ക് കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു വെബ് പോർട്ടലിൽ റെൻഡർ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി ആ ഫോണ്ടിന് നമുക്ക് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ആ ഫോണ്ടുകളുടെ എല്ലാം കളക്ഷൻ തന്നെ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള കളക്ഷൻസ് തന്നെ ആയിരിക്കും ഇതിനകത്തുള്ളത്. അപ്പോൾ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ആ ഫോണ്ട് എക്സ്ട്രാ പോയി വേറെ അതർ സോഴ്സുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെറുതെ സമയം കളയേണ്ടി വരത്തില്ല. അത് കൃത്യമായ രീതിയിൽ ഡൗൺലോഡിംഗ് ലിങ്ക് നമുക്ക് തരികയും നമ്മുടെ ഡിസൈൻ പ്രോജക്റ്റിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് അതിമനോഹരമായ മറ്റൊരു വെബ് പോർട്ടൽ പരിചയപ്പെടാം. fonpair.co എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പെയറിംഗ് ആയിട്ടുള്ള ഫോണ്ടുകളുടെ ഒരു നീണ്ട കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതിൽ താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഹെഡിങ് ഒരു ടൈപ്പ്, അതിന് പെയറിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഫോണ്ട്, അങ്ങനെ ഓരോന്നിലും. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറിഫ് ആയിട്ടുള്ള ഫോണ്ടിൻ്റെ ഹെഡിങ് ആണ്. ചില സെറിഫ് ഫോണ്ടുകൾക്ക് നമ്മൾ ഹെഡിങ് യൂസ് ചെയ്യുമ്പോൾ സാൻസ് സെറിഫ് ആയിട്ടുള്ള ഒരു ഫോണ്ടായിരിക്കും അതിൻ്റെ ഡിസ്ക്രിപ്ഷന് ആപ്റ്റായിട്ട് വരുന്നത്. ചിലപ്പോൾ സെറിഫായിട്ടൊരു ഹെഡിങ് യൂസ് ചെയ്യുമ്പോൾ സാൻസ് സെറിഫായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിരിക്കും അതിൻ്റെ ഡിസ്ക്രിപ്ഷന് തിരിച്ചും മാച്ചായി വരുന്നത്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫോണ്ടിൻ്റെ ഒരു പെയറിംഗ് സെലക്ഷൻ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഡിസൈൻ പർപ്പസ് അനുസരിച്ച് മാറി മാറി വരും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇവിടെ കാണുമ്പോൾ നമുക്ക് ഇത് റിയൽ ടൈമിൽ ഒരു വെബ് പോർട്ടലിൽ നമുക്ക് കാണുമ്പോൾ അത് എങ്ങനെയാണ് ഇരിക്കുന്നുള്ള എക്സാക്റ്റ് മീനിങ് നമുക്ക് ഉടനെ കിട്ടാനും ആ ഫോണ്ടിൻ്റെ കളക്ഷന് നമുക്ക് അതുപോലെ എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് പുതിയതായി ചില പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് വളരെ ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് ഫോണ്ടിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രത്യേകിച്ചും വെബ് സേഫ് ആയിട്ടുള്ള ഫോണ്ടുകൾ ആയതുകൊണ്ട് തന്നെ വെബ്സൈറ്റുകളുടെ UI ഡിസൈനിങ്ങിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു പേടിയും കൂടാതെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണ്ടുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നീണ്ട ഒരു ബഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട്. ഏറ്റവും നല്ലൊരു ഫോൺ കളക്ഷൻ നിങ്ങൾ ഇവിടുന്ന് നോക്കി ചൂസ് ചെയ്തോളുക. താഴെ സ്ക്രോൾ ചെയ്യുക. ദെൻ അത് നിങ്ങൾ ഹാപ്പി ആയി കഴിഞ്ഞാൽ ആ ഒരു കളക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് fonpair എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അവിടുന്ന് ആ ഫോണ്ടിനെ ഡയറക്റ്റ് വേറെ എവിടെയും പോകില്ല, ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിസൈനിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോണ്ട് എന്ന് പറയുന്നത്. ഫോണ്ട് ചൂസ് ചെയ്യുന്നതിൽ മാത്രമല്ല പെയറിംഗ് ആയിട്ടുള്ള ഫോണ്ട് കണ്ടുപിടിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു വലിയൊരു ടാസ്ക് നമുക്ക് ഇതുപോലുള്ള ചില വെബ് പോർട്ടലുകളിൽ നിന്ന് സിമ്പിളായി കണ്ടുപിടിക്കാൻ കഴിയും. അത് നമ്മുടെ ഡിസൈനിങ്ങിന് വളരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ കേസ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഡിസൈനേഴ്സ് ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ദയവായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു നോളജ് നമുക്ക് എല്ലാ ഡിസൈനേഴ്സിലേക്കും സ്പ്രെഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് മറ്റുള്ള ഡിസൈനേഴ്സിനും വളരെ ഹെൽപ്പാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.